ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഒരുപാട് സന്തോഷത്തിനായിപ്പോൾ നിൽക്കുന്ന ഗൈസ്. ഗ്യാങ്ങിൽ പുതിയ മെമ്പറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. മെമ്പറിനെ സെലക്ട് ചെയ്തത് ഒരു 2 ദിവസം മുമ്പാണ്. ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഒരു 200-ന്റെ മേലെ ആൾക്കാർ കണ്ടൊരു പോസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അന്നേരം ആരാണ് എന്താണെന്നൊക്കെ ഇന്ന് രാത്രിയാണെന്ന് അറിയില്ല. ഇന്നല്ല, ചൊവ്വാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ് കേസ്. അന്നേരം നാളെ ചൊവ്വാഴ്ചയാണ് കേസ്. നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ ലൈവ് ഉണ്ടാവും. അതെന്തായാലും ഞാൻ ഒരു 3 മണിക്ക്, നാളെ 3 മണിക്കുള്ളിൽ തന്നെ അറിയിക്കും കേസ്. ഉറപ്പാണ് കേസ്. എന്തായാലും ലൈവിൽ ന്യൂ മെമ്പർ റിവീലിംഗ് ആണ്. ലൈവിൽ വരുന്നില്ല, പക്ഷേ ഞാൻ ലൈവിൽ പേരും ഇതെല്ലാം പറഞ്ഞ് റിവീൽ ചെയ്യും ഗൈസ്. എന്തായാലും ഇപ്പം ഗ്യാങ്ങിൽ 3 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ 3 മെമ്പേഴ്സായി ഗൈസ്. പിന്നെ നവംബർ 15-നാണ് ശരിക്കും ഓഡീഷൻ വെച്ചത് ഗൈസ്. പക്ഷെ ഓഡീഷൻ ഇപ്പം തോന്നുന്നു ഗൈസ്, ഓഡീഷൻ വെക്കുകയെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നത് ഗൈസ്. ഇങ്ങനെ ഓൺലൈനിലല്ലാണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ, അതായത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഓഡീഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഇപ്പം 4 പേര് ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു എഡിറ്ററും വരുന്നുണ്ട് ഗൈസ്. അന്നേരം ഞാൻ എൻ്റെ വ്ളോഗെല്ലാം വേറെ ആരായിരിക്കും എഡിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, ഞാൻ സാലറി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ സാലറി കൊടുക്കുക അങ്ങനെയല്ല ഗൈസ്. ഇപ്പം സാലറി അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇപ്പം ഫ്രീ മീൻസ് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് ഗൈസ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഭാവിയിൽ ചിലപ്പം അറിയാലോ, ചിലപ്പോൾ അങ്ങനെ ചെയ്യും. എന്തായാലും ഇപ്പം 4 പേര് ചെയ്യുന്നുണ്ട് ഗൈസ്. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പം 4 പേര് തന്നെ എടുക്കാൻ കഴിയില്ല, 2 പേരായിട്ട് എടുക്കും. മിനിഞ്ഞാന്ന് ഒരാളെടുത്തു, അന്നേരം 3 പേരെടുക്കും. ഇനി 2 പേരെ കേസ്. അന്നേരം മൊത്തത്തിൽ ഒരു 6 പേരാവും എന്തായാലും ഗ്യാങ്ങിൽ. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാണ് കേസ് ഓഡീഷൻ വെച്ചിട്ടുള്ളത്. അന്നേരം ആ 4 പേര് ഞാൻ റിവീൽ ചെയ്യും എന്തായാലും. ഈ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ എന്തായാലും കുറച്ച് 3 മെമ്പേഴ്സും കൂടി എക്സ്ട്രാ വരും കേസ്. ഇപ്പം എടുത്ത മെമ്പർ ആരാണെന്നൊക്കെ അറിയണം കേസ്. ലൈവ് ആണ്, ലൈവിൽ ഞാൻ റിവീൽ ചെയ്യും. ലൈവ് ചിലപ്പം വൈകുന്നേരം, ചിലപ്പം രാത്രി, പറയാൻ കഴിയില്ല. എന്നാൽ ഞാൻ എന്തായാലും നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് അറിയിക്കും. ഞാനും ക്യൂറത്തിലുള്ള ചലഞ്ച് വീഡിയോ എടുത്തിട്ടുണ്ടാവും. അന്നേരം ഞാൻ കടൂർ പോയിട്ടായിരുന്നു കേസ്. ഞാൻ ഇപ്പോൾ എടുത്ത് കുറച്ച് മുമ്പ് ഞാൻ എത്തിയത്. നമ്മളെ ചാനലത്തെ ഫസ്റ്റത്തെ സ്പിന്നിങ് ചലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ കേസ്. കുറച്ച് കഷ്ടപ്പെട്ട് 1 കിലോമീറ്റർ നടക്കുന്നത് കേസ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേസ്. എനിവേ, ഇത് ഞാൻ പറയാനായിട്ട് ചെറിയൊരു വീഡിയോ രീതി ചെയ്തതാണ് കേസ്. അന്നേരം ലൈവ് കാണാൻ, ലൈവിൽ ന്യൂ മെമ്പറിനെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. 3rd മെമ്പർ കേസ്, നമ്മളെ ഗ്യാങ്ങിലത്തെ 3rd മെമ്പറിനെ റിവീൽ ചെയ്യാൻ പോവുകയാണ് കേസ്. അടുത്ത ലൈവ്, അതായത് എപ്പോൾ ഉണ്ടാവുന്ന ടൈം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ഞാൻ ലൈവിൽ റിവീൽ ചെയ്യും കേസ്. എല്ലാവരും ലൈവിലേക്ക് വരിക. ബൈ കേസ്. അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.